നമസ്കാരം, ഞാൻ വിനോദ് കുമാർ. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, വേർബ് എന്താണെന്ന് മനസ്സിലാക്കുക, അതേപോലെ ഒബ്ജക്റ്റ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. സബ്ജക്റ്റ് എന്ന് പറയുന്ന സെന്റൻസിന്റെ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ്. വേർബ് എന്ന് പറയുന്നത് എന്താണ് അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളതാണ്. ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ മുകളിലാണോ പ്രവൃത്തിയുടെ ഫലം ചെന്ന് കൊള്ളുന്നത്, അല്ലെങ്കിൽ ആരാണോ അല്ലെങ്കിൽ ഏതാണോ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത്, അതാണ് ഒബ്ജക്റ്റ്. ഉദാഹരണത്തിന്, ഞാൻ മാങ്ങ തിന്നുന്നു, ഐ ഈറ്റ് മാംഗോ എന്ന് പറയുമ്പോൾ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, കാരണം പ്രവൃത്തി ചെയ്യുന്നത് ഐ അല്ലെങ്കിൽ ഞാനാണ്. ഈറ്റ് എന്നുള്ളതാണ് വേർബ്, കാരണം അവിടെ ചെയ്യുന്ന പ്രവൃത്തി തിന്നുക എന്നുള്ളതാണ്. ഏതിൻ്റെ മുകളിലാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഫലം കൊള്ളുന്നത്, അല്ലെങ്കിൽ ആരാണ് പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത്, അത് മാങ്ങയാണ്. അതുകൊണ്ട് മാങ്ങയാണ് ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ളതിനെ ഒരു സെന്റൻസിൽ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു: സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വേർബ് ഉണ്ടായിരിക്കണം. സബ്ജക്റ്റും വേർബും ഒരു ഇംഗ്ലീഷ് സെന്റൻസ് എഴുതുമ്പോഴും അതുപോലെ പറയുമ്പോഴും അതിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് സബ്ജക്റ്റ്. എന്താണോ അയാൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് വേർബ്. ആരാണോ പ്രവൃത്തിയുടെ ഫലം, അല്ലെങ്കിൽ എന്താണോ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത്, അതാണ് ഒബ്ജക്റ്റ്. താങ്ക് യു വെരി മച്ച്.